എൻ്റെ ചെറിയൊരു മുന്തിരിത്തോട്ടം. പണ്ട് ഇഷ്ടംപോലെ മുന്തിരി കായ്ക്കുമായിരുന്നു. ഇത്രയും പോരാ, 5-6 കിലോ ഒക്കെ പറിച്ച സമയമുണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഉണങ്ങി വല്ലാതെയായി. എന്നാലും എനിക്കൊരു അച്ചാറിനുള്ള മുന്തിരി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിന്ന് ഈ അധികം വിളയാത്ത ഈ മുന്തിരി ഇട്ടൊരു നല്ല അച്ചാർ ഉണ്ടാക്കി കാണിക്കാം. ഈ മുന്തിരി പറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഞെട്ടെടുത്ത് നല്ലോണം കഴുകിയിട്ട് തോരാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം വെള്ളം തുറന്ന് കിട്ടും. ബാക്കി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഉണ്ട്. 4-5 ഈന്തപ്പഴം ചെറുതായി മുറിച്ചതുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ പച്ചമുളക് കീറി നമ്മൾ ഉപ്പിലിട്ട വെള്ള നാരങ്ങയില്ലേ, അതിലൊരു 3-4 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെൻ്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് പുറമെ ഉലുവപ്പൊടി, കായപ്പൊടി, എല്ലാത്തിനും മീതെ നമുക്ക് വേണ്ടുന്ന ശർക്കര പാനിയാണ്. ഈ ശർക്കര പാനിയും എൻ്റെ വീട്ടിൽ എപ്പോഴും റെഡിയാണ്. കാരണം അവലും നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല എളുപ്പമാണത്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനിഗറാണ്. ഒരു ഗ്ലാസ്സിൽ വിനിഗർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ചീനച്ചട്ടി കഴുകി അടുപ്പിൽ വെച്ചിട്ട് ഈ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ വിനിഗർ ഒഴിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റ് വേണ്ട, ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഈ തോർത്താൻ വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ അതിലേക്ക് തട്ടിക്കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് നന്നായി ഇളക്കണം. അതായത് ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം. ബാക്കി ഒരു ചേരുവകളും ഇപ്പോൾ ചേർക്കില്ല. നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ വിനിഗറിൽ മുന്തിരി വേകണം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല തിളച്ച് വരും. ഇതേ കണ്ടോ തിളയ്ക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ആ മുന്തിരി പതുക്കെ കോരി മാറ്റണം. മുന്തിരി മാറ്റുമ്പോൾ കുറച്ച് ഗ്രേവി അതിൽ ബാക്കി വരും. ആ ഗ്രേവിയും നമ്മൾ മാറ്റി വയ്ക്കണം. കാരണം അത് വീണ്ടും അവസാനം ആവശ്യം വരും. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഈ ചട്ടി മാറ്റി വീണ്ടും അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് ഇളക്കി കൊടുക്കണം. അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നാരങ്ങ ചേർക്കണം. നാരങ്ങയും ചെറുതായിട്ടൊന്ന് വഴലുമ്പോൾ ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി, അതിന് പുറമെ നമ്മുടെ കായപ്പൊടി, ഉലുവപ്പൊടി എല്ലാം ചേർത്തൊന്ന് ഇളക്കാം. നമുക്ക് ഈ മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1-2 സ്പൂൺ മുളക് പൊടി കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1 സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് ഇവിടെ.
ഇതെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി വരുമ്പോൾ ഈ മുന്തിരിക്ക് തട്ടി കൊടുക്കണം. മുന്തിരിങ്ങയും തട്ടിയിട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയില്ലേ അത് ഒഴിച്ച് കൊടുക്കണം. അത് ഒഴിച്ച് 2-3 സ്പൂൺ ശർക്കര പാനി അതും കൂടി ഒഴിക്കണം. അപ്പോൾ ഈ ശർക്കര പാനി ഒഴിക്കുമ്പോൾ കൂടുതൽ മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 2-3 സ്പൂൺ കൂടുതൽ ചേർത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇത് എല്ലാം കൂടി നല്ലോണം ചേർത്ത് ഇപ്പോൾ ഒരു അടിപൊളി മുന്തിരി പിക്കിള് റെഡിയായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ വാങ്ങിക്കുന്ന മുന്തിരി വെച്ചും ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. പച്ചമുന്തിരി, ചെറിയ മുന്തിരി ആയിരിക്കണമെന്ന് മാത്രം. ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്.